നീണ്ടകരയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 12ാം ദിവസവും തുടരുകയാണ്. നേവിയുടെ നേതൃത്വത്തിൽ ശക്തമായ തെരച്ചിലാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, നേവിയുടെ ഹെലികോപ്റ്ററും ഡ്രോണുകളും അടക്കം ഉപയോഗിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് 12ാം ദിവസമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 12ാം ദിവസമാണ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ട് 12 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഒരു വിവരവുമില്ല, ഒരു സൂചനയുമില്ല. 6ാം ദിവസമാണ് കൂടുതൽ 6ാം ദിവസം മുതലാണ് ഈ തെരച്ചിൽ കൂടുതൽ ശക്തമാക്കിയത്. അതും ഈ ഗൗതം കൃഷ്ണയുടെ മാതാവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ തെരച്ചിൽ നടപടികൾ കൂടുതൽ ഊർജിതമാക്കിയത്. അതിനുശേഷം നേവിയുടെ സഹായത്തോടു കൂടി തന്നെ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ നിരീക്ഷണമുണ്ട്. രാവിലെ മുതൽ തന്നെ മറ്റ് പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് നേവിയുടെ പരിശോധന തുടരുന്നുണ്ട്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, 12 ദിവസവും ആയിട്ടും ഫിഷറീസ് മന്ത്രി എത്താമെന്നുള്ള ബന്ധുക്കളുടെ ഒരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് ഇന്ന് പൂർണ്ണത വന്നിരിക്കുന്നു. ഫിഷറീസ് മന്ത്രി അല്പസമയം മുമ്പ് എത്തിയിരുന്നു. വി അബ്ദുൽ ഗഫൂർ ഗൗതം കൃഷ്ണയുടെ നീണ്ടകര പുത്തൻതുറയിലെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് വിദഗ്ധരും പരിശോധനയിൽ പങ്കാളികളാകും. ഗോൾഡൻ മണിക്കൂറിലെ തെരച്ചിലിന്റെ ഏകോപനം ഇല്ലായ്മയാണ് കുടുംബം ചൂണ്ടിക്കാണിച്ചത് എന്ന് പറഞ്ഞു. ഇതിനായി പ്രത്യേക സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നടപ്പിലാക്കുന്നതോടെ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. അതിനുശേഷം മന്ത്രി ബന്ധുക്കളെയൊക്കെ ആശ്വസിച്ചതിനു ശേഷം പുറത്തോട്ട് പോയി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള മന്ത്രിമാർ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി ബന്ധുക്കളെയൊക്കെ ആശ്വസിപ്പിച്ചു. എന്നാൽ പോലും ഈ സൂചന ഒന്നും ലഭിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ ഗോൾഡൻ മണിക്കൂറിൽ, അതായത് അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ എന്തെങ്കിലും തരത്തിൽ നടത്തിയിരുന്നെങ്കിൽ വ്യക്തമായ സൂചന ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട്ടുകാർ പങ്കുവെക്കുന്നതും അതുതന്നെയാണ്. ആ സമയത്ത് വളരെ ശുഷ്കമായ തെരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും നീണ്ടുപോയിട്ടും നമുക്ക് യാതൊരു സൂചനയും ലഭിക്കുന്നില്ല എന്ന് വീട്ടുകാർ പരാതിപ്പെടുന്നത്. ഇതാണ് മന്ത്രിമാരുടെയും മറ്റ് വരുന്ന നേതാക്കന്മാരുടെ അടുത്തൊക്കെ ഈ വീട്ടുകാർ പരാതിപ്പെടുന്നത്. അനന്തു, ശരി. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 12ാം ദിനവും പുരോഗമിക്കുകയാണ്. നേവിയുടെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. നിലവിൽ ഇതുവരെയും യാതൊരു വിവരങ്ങളും ലഭിക്കാത്തത് ആശങ്ക ഉണർത്തുന്നുണ്ട്.